എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡു എ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ബിഫോർ യു റിക്രൂട്ട് പീപ്പിൾ. അതായത് ആളുകളെ നമ്മൾ ജോലിക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കുക എന്നുള്ളതാണ്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്: നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾക്കൊരു ജോലിക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും അവരുമായിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടാകും. ആ ഇൻ്റർവ്യൂവിൽ അവർ CV അല്ലെങ്കിൽ റെസ്യൂമേ എന്നും പറഞ്ഞ് ഒരു ബയോഡാറ്റ കൊണ്ടുവരും. ആ ബയോഡാറ്റയിൽ കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടാകും. അവരുടെ പേഴ്സണൽ കാര്യങ്ങളുണ്ടാകും, ഒഫീഷ്യൽ കാര്യങ്ങളുണ്ടാകും, എക്സ്പീരിയൻസ് ഉണ്ടാകും, അങ്ങനെ പല കാര്യങ്ങളുണ്ടാകും. ഇന്ന സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്തെന്നുള്ളത്. ഒരുപക്ഷെ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അവരുമായിട്ട് ഒരുപക്ഷെ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുന്നുണ്ടാവുമായിരിക്കും. അപ്പം എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അവർ പറയുന്നുണ്ടാവും. പക്ഷേ ആ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാകണം എന്ന് നിർബന്ധമില്ല. ഇപ്പം നമ്മൾ ഒരാളെ എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ സംശയത്തോടെ കാണണം എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അയാൾ എന്ത് പറഞ്ഞാലും അത് എത്ര സാറ്റിസ്ഫാക്ടറി ആയിട്ട് നമുക്ക് തോന്നിയാലും തീർച്ചയായിട്ടും അയാൾ ഇതിനു മുമ്പ് ജോലി ചെയ്ത സ്ഥാപനങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്തെന്നുള്ളത് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. ഇതിനിപ്പം ശരിക്കും പറഞ്ഞാൽ പല പല കൺസൾട്ടിങ് ഏജൻസീസ് അങ്ങനെയൊക്കെ ഉണ്ട് ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട്. എന്നാലും ആ ഏജൻസിമാർ ഇത് ശരിക്കും ചെയ്യുന്നുണ്ടോ എന്നും കൂടെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ജോലിക്ക് പറ്റിയ ഇയാൾ തന്നെ ആണോ എന്ന് നമുക്ക് ഒരു തീരുമാനത്തിൽ തീർച്ചയായിട്ടും എത്താൻ സാധിക്കും. പക്ഷെ പലപ്പോഴും ഇത് വ്യക്തമായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇനി അയാളെ ജോലിക്ക് എടുക്കുന്നതിന് മുമ്പ് മാത്രമല്ല, എടുത്തതിന് ശേഷവും അയാൾ ചെയ്യുന്ന ജോലിയെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുന്നതും നല്ലതായിരിക്കും. അപ്പം തീർച്ചയായിട്ടും ഏതൊരു പ്രസ്ഥാനത്തിനും ആളുകളെ ആവശ്യമുണ്ട്. അപ്പോൾ അവർ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത്, ജോലിക്ക് എടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചെയ്താൽ തീർച്ചയായിട്ടും നല്ല കഴിവുള്ള ആളുകളെ കണ്ടെത്തി അവരെ ആ കൃത്യമായിട്ടുള്ള ജോലി അവരെ കൊണ്ട് ചെയ്യിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. നമസ്കാരം.